ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുഴലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ദിവസങ്ങളോളം ഇത് കേടാകാതെ ടിന്നിൽ അടച്ചു വെച്ചായിരിക്കും. അതിനായിട്ട് ഈ കപ്പിന് 2 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന ആ അരിപ്പൊടിയാണിത്. അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ മിക്സിയുടെ ജാറിൽ ഒരു 1.5 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുക. ഏകദേശം 2 പിടി വെള്ളം വരും. അതിലേക്ക് ഒരു 50 ഗ്രാമോളം ചെറിയ ഉള്ളി വൃത്തിയാക്കിയത്. പിന്നെ വേണ്ടുന്നത് ഒരു 20 വെളുത്തുള്ളി അല്ലി വരും. അതായത് ഏകദേശം ഒരു ഉണ്ട വെളുത്തുള്ളി. പിന്നെ 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള അല്പം വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. മഷി പോലെയൊന്നും അരയണമെന്നില്ല, ഒരു അല്പം തരുതായാലും കുഴപ്പമില്ല. നമുക്ക് അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് പിന്നെ നമ്മൾ അരിപ്പൊടി അളന്ന ആ കപ്പിൽ തന്നെ 3 കപ്പ് വെള്ളം നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ച അരിപ്പൊടി ഇട്ട് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് എടുത്ത് ഇളക്കിയെടുക്കുക. പിന്നെ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം. ഈ കപ്പിനാണ് ഞാൻ അരിപ്പൊടി എടുത്തത്. അത് 3 കപ്പ് വെള്ളം 2 കപ്പ് അരിപ്പൊടി എന്ന കണക്കിനാണ് എടുത്തത്. നമുക്കിത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കണം. നന്നായിട്ട് യോജിച്ച് വെന്ത് വന്നിട്ടുണ്ട്. വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1.5 ടീസ്പൂണോളം കറുത്ത എള്ളാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്കിത് നന്നായിട്ട് ചെറിയ ചൂടോടെ തന്നെ ഇത് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുക്കണം. കയ്യിൽ പറ്റുന്നുണ്ടെങ്കിൽ അല്പം എണ്ണ തടവിയിട്ട് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടണൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇത് നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ വാഴയില ആയാലും കുഴപ്പമില്ല. അത് വാഴയില എടുത്താൽ ഇതുപോലെ കുഴലിൽ അല്പം എണ്ണ തടവിയിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ബലം കൊടുക്കാതിരുന്നാൽ മതി. അപ്പോൾ അതിലിരിക്കും പയ്യെ ഒന്ന് പരത്തിയെടുത്താൽ മതി. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ പരത്തിയെടുത്തിട്ട് ഇത് നമ്മൾ പുട്ടുണ്ടാക്കുന്ന പാത്രമാണിത്. ഇതൊക്കെ കയ്യിലുള്ള ഏത് ആയാലും ഇത് വട്ടത്തിന് ഷേപ്പിനെടുക്കാൻ എടുത്താൽ മതി. ഇത് ചിരട്ട പുട്ടുണ്ടാക്കുന്ന പാത്രത്തിലാണ് ഞാനിത് വട്ടത്തിനാക്കി എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ചൂണ്ടുവിരലിൽ വെച്ച് ഇതേപോലെ ഒട്ടിച്ചെടുക്കാം. അടുത്തത് ഇതേപോലെ നമുക്ക് പരത്തിയെടുത്ത് നിങ്ങളുടെ കയ്യിലുള്ള ഏത് പാത്രമായാലും മതി. ഇതുപോലെ വട്ടത്തിന് ഷേപ്പാക്കി എടുത്താൽ മതി. പിന്നെ ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അത് വെച്ച് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുന്നുണ്ട്. പക്ഷേ ഇത് ഇത്തിരി ചെറുതാണിത്. സൈസിൽ കുറച്ച് മറ്റേൻ്റെ നിന്ന് കുറച്ചുകൂടെ ചെറിയ സൈസാണിത്. കുറച്ച് വ്യത്യാസമുണ്ട്. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നീളം കൂട്ടിയോ കുറച്ചോ എടുക്കാം. ഞാൻ ഇതേപോലെ 2 പാത്രത്തിൽ ഇതേപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യണം.
ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇത് ഫ്രൈ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള കുക്കിംഗ് ഓയിൽ ഏതായാലും ഇട്ട് ഫ്രൈ ചെയ്യുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം അത് ഫ്രൈ ചെയ്തെടുക്കാൻ. നല്ല ടേസ്റ്റിയാണിത്. എത്ര ദിവസം വേണമെങ്കിലും ഇത് ഒരു ടിന്നിൽ അടച്ചിട്ട് വെച്ചാൽ കുട്ടികൾക്കൊക്കെ ആയാലും വിരുന്നുകാർക്ക് വരുമ്പോഴത്തേക്കായാലും ചായയുടെ കൂടെ കൊടുക്കാൻ ദിവസങ്ങളോളം ഇതേപോലെ ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. ഇത് തിരിച്ചിട്ട് കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെയുണ്ട്. ഇത് വെറുതെ മേടിക്കേണ്ട, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നല്ല എണ്ണയിൽ നമ്മുടെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. കടയിൽ നിന്നൊക്കെ ഏത് എണ്ണയെന്ന് പോലും അറിയത്തില്ല. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റിയും ക്രിസ്പിയാണ്. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. തിരിച്ചിട്ട് കൊടുക്കുകയും വേണം. ഒരു ചെറിയൊരു ഗോൾഡൻ കളറായി വന്നാൽ മതി. ഇതാ നമ്മൾ അടിപൊളി ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ള കുഴലപ്പം റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണിത്. നല്ല ക്രിസ്പിയാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.